മാറ്റിയതൊക്കെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ പല 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 ഘട്ടങ്ങളായിട്ട് ഈ മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കൊക്കെ ഇങ്ങനെ പഠിക്കാനൊക്കെ ഉള്ളൊരവസരം കിട്ടി. അങ്ങനെ പഠിച്ചു വന്നതിൻ്റെ അതാണ് ഈ നവോത്ഥാനത്തിന് ഒരു എന്താ പറയുന്ന ഒരു അടിത്തറ എന്ന രീതിയിൽ സംഭവിച്ചത്. ആദ്യകാലത്തൊക്കെ ബ്രിട്ടീഷുകാർ മാത്രമാണ് അതിനുവേണ്ട പണമൊക്കെ ചെലവഴിച്ചത്. പിന്നീട് തിരുവിതാംകൂറിൽ അവിടുത്തെ റീജന്റ് ഭരണാധികാരികൾ അല്ലെങ്കിൽ വൈസ്രോയുടെ കീഴിലുള്ള റെസിഡൻറ്റ് സാഹിബിൻ്റെ കീഴിൽ ഉള്ള രാജപ്രതിനിധികൾ, രാജപ്രമുഖർ അവർ കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവർ തുടങ്ങിയ ആദ്യത്തെ ഒരു ഇതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രമാണ് പിന്നീട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് CMS കോളേജായിട്ടൊക്കെ മാറിയത്. അത് തിരുവിതാംകൂറിലെ ചരിത്രം അതുപോലെ തന്നെയാണ് കൊച്ചിയിലും. അത് നമ്മുടെ മലബാർ മേഖലയിൽ അതിന് മുമ്പ് തന്നെ ആ മാറ്റം വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അവർ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മൾ EMS പറഞ്ഞതുപോലെ തന്നെ EMS നമ്മുടെ ഈ മാറ്റത്തിന് തുടക്കം പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിൽ 3 കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒന്ന് പറഞ്ഞത് O ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുവരെയൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ എഴുതാനുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ എഴുതാൻ കഴിയുന്ന തരത്തിൽ ലോക ക്ലാസിക്കുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം, നോവൽ എന്ന് പറയുന്ന ഒരു പുതിയ സാഹിത്യ ശാഖയെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ളത്, അത് എങ്ങനെ പറയണം എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അത് വായിക്കാൻ കഴിയുന്ന രീതിയിൽ ആളുകൾ വിദ്യാഭ്യാസത്തേക്ക് വന്നത് ഒക്കെ ആ ഒരു സാഹചര്യത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മെല്ലെ മെല്ലെ ഈ എഴുത്തും വായനയും പഠിച്ചതോടെ നമ്മൾ ചിന്തിക്കാനും തുടങ്ങി. നമ്മുടെ ചിന്താശേഷി മെല്ലെ 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 വർദ്ധിച്ചൊക്കെ വന്ന് കേരളത്തിലൊക്കെ കുറച്ച് ആളുകളൊക്കെ പഠിച്ചു വന്നു. അതിൻ്റെ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ സമയത്തിന് തൊട്ടടുത്ത് തന്നെ ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടൊന്നും വിശദമായി പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം അങ്ങനെ പഠിച്ചു വന്ന കൂട്ടത്തിൽ ആദ്യത്തെ ഒരു 1889-90 ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിടി ആളുകൾ തിരുവിതാംകൂർ ഭാഗത്തിൽ കുറച്ച് ആളുകൾ വിദ്യാസമ്പന്നരായി വന്നു. വേലായുധൻ ബി എ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പൽപ്പുവിൻ്റെ സഹോദരനാണ്, ആദ്യത്തെ BA ക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഇവിടെ ജോലി കിട്ടിയില്ല. അതുപോലെ ഡോക്ടർ പൽപ്പുവിനും ജോലി കിട്ടിയില്ല. അവരൊക്കെ ജോലിയില്ലാതെ അവരെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയായിരുന്നു. അവരോടൊക്കെ പറഞ്ഞിരുന്നത്, നിങ്ങൾക്കൊരു ജോലി ചെയ്യാൻ ഇവിടെ ഡോക്ടർ എങ്ങനെയാണ് ഇവിടെ ഈ സവർണരും അവർണരും എന്ന രീതിയിൽ കിടക്കുമ്പോൾ ഒരു ഡോക്ടർ എങ്ങനെയാണ് സവർണരായിട്ടുള്ള ഞങ്ങൾ എങ്ങനെ വന്ന് അവർണനായി നിങ്ങളെടുത്ത് വന്ന് ഞങ്ങളുടെ ശരീരം തരും എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറി നിന്നു. അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം ബാംഗ്ലൂരിൽ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് സ്വാമി വിവേകാനന്ദനുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം കിട്ടുന്നത്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, ഒരു ആധ്യാത്മിക ഗുരുവിനെ കണ്ടെത്തുക. ആ ആധ്യാത്മിക ഗുരുവിനെ കണ്ടെത്തിയാൽ ആധ്യാത്മിക ഗുരുവിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹം പരത്തുന്ന പ്രഭയിലൂടെ നിങ്ങൾക്ക് സംഘടിക്കാനും മുന്നേറാനും കഴിയുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടെത്തുന്നതും പിന്നീട് SNDP സ്ഥാപിക്കുന്നതുമൊക്കെ. ഞാൻ ചുരുക്കുന്നു, 1891 തിരുവിതാംകൂർ ഭാഗത്ത് മലയാളി മെമ്മോറിയൽ, തിരുവിതാംകൂർ ഭാഗത്തെ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾ ഒരു മെമ്മോറാണ്ടം അന്നത്തെ അവിടുത്തെ രാജാവിന് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് പഠിച്ച കുറേ ആളുകൾ ഞങ്ങളിവിടെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി തരണം. ജോലി ഇനി തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന ബ്രാഹ്മണർക്ക് അല്ല കൊടുക്കേണ്ട, ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് രാജാവ് അവർക്ക് ജോലി കൊടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞാണ് 1895-96 ആണ് ഈ ഈഴവ സമുദായത്തിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ ചേർന്നിട്ട് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. അദ്ദേഹം ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് ജോലി തരണത് മാത്രമല്ല, ഞങ്ങളുടെ ഇടയിൽ കുറേ ആളുകൾക്ക് ക്രിസ്ത്യാനികളായിട്ടും മുസ്ലിങ്ങളായിട്ടും ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ മാറുന്ന സമയത്ത് അവർക്ക് ഈ വഴി നടക്കാനും ഒക്കെയുള്ളൊരു അവകാശം അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ നല്ലതുപോലെ അവർക്ക് വസ്ത്രധാരണം ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആ അവകാശങ്ങളൊക്കെ ഞങ്ങൾക്ക് തരണം എന്നൊക്കെയാണ് ഡോക്ടർ പൽപ്പു അന്ന് ഈ